Hello beautiful people, welcome back to my channel. നിങ്ങളിവിടെ ആദ്യമാണെങ്കിൽ എൻ്റെ പേര് രേഖ തോമസ്. വെൽക്കം ടു മൈ വേൾഡ്. ഇന്നത്തെ വീഡിയോ ഞാൻ ആംസ്റ്റർഡാമിൽ പോയതിനെ പറ്റിയാണ്. ലഗേജ് ഒക്കെ പാക്ക് ചെയ്ത് ഞാൻ ഊബർ എടുത്താണ് ഷിക്കാഗോ ഒഹെയർ ഇന്റർനാഷണൽ എയർപോർട്ടിലോട്ട് പോയത്. ഐസ്ലൻഡ് എയർലൈനാണ് ഞാൻ എടുത്തത്. സോ അതുകൊണ്ട് ഐസ്ലൻഡിലെ റേക്കവിക്കിലാണ് ഞാൻ ലാൻഡ് ചെയ്തത്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ, ബിക്കോസ് ഐസ്ലൻഡ് എൻ്റെ ഡ്രീം കൺട്രിയാണ്. സോ അവിടെ പോകണമെന്ന് ആഗ്രഹമുള്ളതാണ്. പക്ഷെ ഫസ്റ്റ് ഇങ്ങനെ ഒന്ന് ലാൻഡ് ചെയ്യാൻ പറ്റി. ഒബ്വിയസ്ലി എൻ്റെ മനസ്സിൽ കൂടി റിംഗ് റോഡ്, ഗോൾഡൻ സർക്കിള്, പിന്നെ ഓൾ ദോസ് വാട്ടർഫോൾസ്, പിന്നെ വെയിൽ വാച്ചിങ്, വോൾക്കാനിക് ഇറപ്ഷൻ, പഫിൻസ്, പിന്നെന്താ ഗൈസർ, ഇതെല്ലാം എൻ്റെ മനസ്സിൽ കൂടി ഇങ്ങനെ പോകുമായിരുന്നു അവിടെ ലാൻഡ് ചെയ്തുകൊണ്ടിരുന്നപ്പം. കെഫ്ലാവിക് ഇൻ്റർനാഷണൽ എയർപോർട്ട് അല്ലെങ്കിൽ KF, ഇവിടെ നിന്ന് എനിക്ക് അടുത്ത ആംസ്റ്റർഡാമിലോട്ടുള്ള ഫ്ലൈറ്റ്. ഇവിടെ 1 hour ലേ ഓവർ ആയിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇത് ഡിലേ ആയത് കാരണം ഞാൻ ബോർഡിംഗ് എന്ന് ആപ്പിൽ എഴുതി വന്നപ്പോഴാണ് ലാൻഡ് ചെയ്തത്. ഫെല്ലോ പാസഞ്ചേഴ്സിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത് ഇതിവിടെ കോമൺ ആണ്, അതുകൊണ്ട് അവിടെ ഫ്ലൈറ്റ് അവിടെ കാണും എന്ന് പറഞ്ഞു. പിന്നെ ചെറിയ എയർപോർട്ടുമാണ്, അതുകൊണ്ട് ഇമിഗ്രേഷൻ കഴിഞ്ഞ് ഓടി ചെന്നപ്പോഴത്തേന് അവിടെ ഓപ്പൺ ആയിട്ട് തന്നെ കിടപ്പുണ്ടായിരുന്നു. ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞായിരുന്നു, എന്നാലും നമ്മളെ കയറ്റി. ഐസ്ലൻഡിലെ സൺറൈസ് ഒക്കെ കണ്ട് പതുക്കെ വീണ്ടും യാത്ര തുടർന്നു. ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പതുക്കെ വ്യൂ കണ്ടു തുടങ്ങിയത്. വിൻഡ് മിൽസ്. ആംസ്റ്റർഡാം എത്തിയെന്ന് മനസ്സിലായി. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. വീഡിയോ സൂം ചെയ്തും ഒക്കെ ഞാൻ വിൻഡ് മിൽസ് എടുത്തു. നമ്മുടെ ഫസ്റ്റ് വിൻഡ് മിൽ കാഴ്ചയാണല്ലോ. സോ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ആംസ്റ്റർഡാം ഷിപ്പോൾ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. പരിചയമുള്ളതും ഇല്ലാത്തതുമായ ഒത്തിരി എയർലൈൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കാനായിട്ട്. പിന്നെ ലഗേജ് വരാനായിട്ട് കുറച്ച് താമസം ഉണ്ടായിരുന്നു. സാധാരണ നമ്മൾ ഇറങ്ങുമ്പോൾ പെട്ടെന്ന് അവിടെ തന്നെ കാണും, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കാണും. പക്ഷേ ഇവിടെ ഒരു 10-35 മിനിറ്റിൽ വെയിറ്റ് ചെയ്തു. എനിവേ അതെല്ലാം ലഗേജ് എല്ലാം കിട്ടി. ഊബർ എടുത്ത് ഞങ്ങൾ താമസിക്കാൻ പോകുന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത്. ആംസ്റ്റർഡാമിലല്ല താമസിക്കുന്നത്. അവിടുന്ന് ഒരു 20 മിനിറ്റ് മാറി, കാറിൽ പോകുമ്പം 20 മിനിറ്റ് മാറിയുള്ള സാൻഡം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് താമസിക്കാൻ പോകുന്നത്. അതായിരുന്നു എൻ്റെ ആഗ്രഹം. ഒരു നിങ്ങൾ കാണും, അത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബിൽഡിങ്സ് ആണ് അവിടെ. അപ്പോൾ അത് അവിടെ താമസിക്കണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ നമ്മൾ കാർ എടുക്കുന്നുണ്ട്. ഫസ്റ്റ് 2 ഡേയ്സേ ഞങ്ങൾ ഇത് ഊബർ എടുക്കുന്നുള്ളായിരുന്നു. സോ അത് കഴിഞ്ഞ് കാർ എടുക്കുന്നുള്ളതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോകാമല്ലോ. സോ അതുകൊണ്ട് അങ്ങനത്തെ പ്ലാനിലാണ് ഞങ്ങൾ അവിടെ താമസിക്കാനായിട്ട് തീരുമാനിച്ചത്. സ്റ്റാക്ഡ് ഹൗസസ് ഒക്കെ കണ്ടു തുടങ്ങി. മോസ്റ്റ്ലി ഗ്രീൻ കളറാണ് അവിടെ പ്രൊമിനൻ്റ് ആയിട്ട് കണ്ടത്. ഇൻറ്റൽ ഹോട്ടൽ, ആ കാണുന്നതാണ് ഇൻറ്റൽ ഹോട്ടൽ. അതാണ് ആക്ച്വലി സാൻഡത്തിലെ ലാൻഡ്മാർക്ക്. അവിടെ തന്നെയാണ് ഞങ്ങൾ താമസിച്ചത്. നിങ്ങൾ ആംസ്റ്റർഡാം അല്ലെങ്കിൽ സാൻഡം വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സ്റ്റേ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. റൂമിൽ നിന്നുള്ള വ്യൂ മാത്രമല്ല, നമുക്ക് ചുറ്റും കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അവിടെ ഓരോ ഫെയറി ടൈൽ ബിൽഡിങ്സ് ഒക്കെ കാണാം അതിൻ്റെ ചുറ്റും നടക്കുമ്പോഴത്തേന്. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ തന്നെയാണിത്. പിന്നെ ട്രെയിൻ സ്റ്റേഷൻ തൊട്ടടുത്തുണ്ട് കേട്ടോ. നമ്മൾ കാർ എടുത്തില്ലെങ്കിലും ആംസ്റ്റർഡാം സെൻട്രലിലെത്താനായിട്ട് അവിടെ തൊട്ടടുത്ത് ട്രെയിൻ ഉണ്ട്. അങ്ങനെയാണെങ്കിലും പോകാം. സോ നല്ലൊരു പെർഫെക്റ്റ് പ്ലേസ് ആണിത് നമുക്ക് താമസിക്കാൻ ആംസ്റ്റർഡാമിൽ ചെന്ന് കഴിയുമ്പം. ഞങ്ങൾ റൂമെല്ലാം എത്തി സെറ്റിലായി. അത് കഴിഞ്ഞ് അങ്ങ് റിലാക്സ് ചെയ്യുമായിരുന്നു. വീഡിയോസൊന്നും എടുത്തില്ല. ഞങ്ങൾ ജസ്റ്റ് അവിടെ കൂടെ എല്ലാം ചുമ്മാ കറങ്ങി ഫുഡൊക്കെ കഴിച്ച് നടന്നു. പിറ്റേ ദിവസം മുതൽ ഫ്രഷായിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. സോ അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. ഫസ്റ്റ് ഫുൾ ഡേ ഇൻ ആംസ്റ്റർഡാം. April 27th. അതവിടെ കിങ്സ് ഡേ സെലിബ്രേഷനാണ്. സോ അതുകൊണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള സ്റ്റേഷൻ സാൻഡാം ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ട്രെയിൻ കയറി ആംസ്റ്റർഡാം സെൻട്രലിലെത്തി. അവിടുന്ന് പിന്നെ ഡാം സ്ക്വയറും അങ്ങനെ ഏരിയയിലൊക്കെ കറങ്ങാനുള്ള പ്ലാനായിരുന്നു. സോ അവിടുന്ന് തൊട്ടടുത്തായതുകൊണ്ട് ഭയങ്കര ഈസി ആയിരുന്നു. ഞങ്ങൾ രാവിലെ തന്നെ എണീറ്റ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങി. 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ ആംസ്റ്റർഡാം സെൻട്രൽ സ്റ്റേഷനിലെത്തി. അവിടുത്തെ മെയിൻ ട്രെയിൻ സ്റ്റേഷനാണ് ആംസ്റ്റർഡാമിലുള്ള.
ആംസ്റ്റർഡാം കിങ്സ് ഡേ സെലിബ്രേഷൻ്റെ വൈബൊക്കെ ഒന്ന് കറങ്ങി കണ്ടിട്ട് ഞങ്ങൾ ആംസ്റ്റർഡാമിലെ ഫെബോയിലെത്തി. ഇതെന്ന് പറഞ്ഞാൽ ഹാർട്ട് ഫുഡിൻ്റെ വെൻഡിങ് മെഷീൻസ് ആണ്. ഫാസ്റ്റ് ഫുഡായിട്ടുള്ള ബർഗറോ സാൻഡ്വിച്ചസോ എന്ത് വേണമെങ്കിലും നമുക്ക് അവരുടെ തന്നെ ഡച്ച് ഡിഷസും ഉണ്ട്. അപ്പം ഞാൻ ട്രൈ ചെയ്തത് ഡച്ച് ക്രോക്കറ്റ്സ് എന്ന് പറഞ്ഞ സാധനമാണ്. യമ്മി ആയിരുന്നു, നല്ല ചൂടുമായിരുന്നു. ഫ്രഞ്ച് ക്യൂസീനിലുള്ള ക്രോക്കറ്റ്സിൻ്റെ വേറൊരു ഫോം. ഡാം സ്ക്വയറിലെ കിങ്സ് ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് മാനിക്കിൻ പിസ് ഫ്രൈസ് എന്ന് പറഞ്ഞാൽ അവിടെ വന്നു ഞങ്ങൾ. ഇത് നെതർലൻഡ്സിലെ നമ്പർ 1 ഫ്രൈസ് ആണ്. അവിടെ ഒത്തിരി ടൈപ്പ് ഓഫ് സോസസ് ഉണ്ട്. ഭയങ്കര ബിസിയാണ്. കുറേ നേരം നമ്മൾ ലൈനിൽ നിന്ന് വേണം ഇവിടെ എത്താനായിട്ട്. പക്ഷേ നല്ലതായിരുന്നു കേട്ടോ. നല്ല സോസസ് ഡിഫറെൻ്റ് ആയിരുന്നു. ഫ്രൈസ് ഫ്രഷും നല്ല ക്രിസ്പിയൊക്കെ ആയിരുന്നു. എന്നാലും കൂടുതൽ എനിക്കിഷ്ടപ്പെട്ടത് സോസസ് ആയിരുന്നു. ബ്രസൽസിലെ മാനിക്കിൻ പിസ്സ തന്നെ ആ കാണുന്ന സ്റ്റാച്ചുവിൽ നിന്നാണ് അവർ സോസ് എടുക്കുന്നത്. ഇവിടുന്ന് ഫ്രൈസൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഡാമറാക്ക് അക്രോസ് സ്ട്രീറ്റ് ആണത്, ഡാൻസിങ് ഹൗസസ് ഉള്ള സ്ഥലം. അവിടെ പോയി നിന്ന് അതൊക്കെ എൻജോയ് ചെയ്താണ് കഴിച്ചത്. ഈ ഫ്രൈസ് ഡാമറാക്ക് ലൊക്കേഷനിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഞങ്ങളുടെ ലിസ്റ്റിലുണ്ടായിരുന്ന ആംസ്റ്റർഡാം സെൻട്രൽ സ്റ്റേഷൻ, ട്രെയിൻ റൈഡ്, പിന്നെ ഫെബോ, ഡാം സ്ക്വയർ, മാനിക്കിൻ പിസ്, ഡാമറാക്ക്, ഇതെല്ലാം ഞങ്ങൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു. കിങ്സ് ഡേ സെലിബ്രേഷൻ മെയിൻലി. ഡിന്നർ ഞങ്ങൾ പ്ലാൻ ചെയ്തത് സീ പാലസ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞൊരു ചൈനീസ് റെസ്റ്റോറൻറ്റിലാണ്. അത് ആംസ്റ്റർഡാം സെൻട്രൽ ട്രെയിൻ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിരുന്നു. അതിൻ്റെ ലൊക്കേഷൻ ഭയങ്കര രസമായിരുന്നു, കാണാനും നല്ല രസം ഉണ്ടായിരുന്നുകൊണ്ടാണ് അത് ബുക്ക് ചെയ്തത്. എല്ലാം ഏകദേശം അടുത്തായിരുന്നു. ഡാം സ്ക്വയർ ഞങ്ങൾ വാക്കബിൾ ഡിസ്റ്റൻസിലുള്ള എല്ലാം ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. ബിക്കോസ് ട്രാൻസ്പോർട്ടേഷൻ വളരെ ലിമിറ്റഡ് ആയിരുന്നു കിങ്സ് ഡേ ആയതുകൊണ്ട്. വാക്കബിൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയണ്ടല്ലോ അല്ലേ, 20 minutes ഒക്കെ ആയിരിക്കും നമ്മൾ നടക്കുന്നത്. യൂറോപ്പാണല്ലോ. അന്ന് ചെറിയ മഴയുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പെയ്ത് പോവുമായിരുന്നു. വലിയ കാര്യമായിട്ടില്ല. നമ്മുടെ എല്ലാം റെയിൻ കോട്ട് ഉള്ളതുകൊണ്ട് അത് ജസ്റ്റ് ആ ടൈമിലിടും. നമ്മൾ അത്ര ബുദ്ധിമുട്ടിച്ചില്ല. അതുകൊണ്ട് നല്ല ഫൺ ഡേ ആയിരുന്നു ശരിക്കും.
റെസ്റ്റോറൻറ്റ് ആംബിയൻസ് വേറെ ലെവലായിരുന്നു. ചൈനീസ് രീതിയിലെല്ലാം സെറ്റപ്പ് ചെയ്ത് നല്ല രസമായിരുന്നു ഡെക്കറേഷൻസ് ഒക്കെ കാണാനായിട്ട്, ഇൻറ്റീരിയർ ഡെക്കറേഷൻസ്. സോ അതുകൊണ്ട് ഞാൻ ഫുഡെല്ലാം ഓർഡർ ചെയ്തിട്ട് എല്ലാം നടന്ന് വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു. ഇൻറ്റീരിയർ ആംബിയൻസ് മാത്രമല്ല ഫുഡും നല്ലതായിരുന്നു. നല്ല യമി ഫുഡായിരുന്നു. ഓർഡർ ചെയ്തതെല്ലാം നല്ലതായിരുന്നു. അങ്ങനെ അവിടുത്തെ ഡിന്നർ നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെ ഇറങ്ങി. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ഫുൾ ഡേ ഇൻ ആംസ്റ്റർഡാം ഫിനിഷായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ ഫ്രം രേഖ തോമസ്. Time to say goodbye. Our day was great, now it's time to go home. It's getting late, we've laughed and played under the sun. Goodbye for now, our day is done. Goodbye.